ഖൈറുൽ ഉമറായി, ഭരണാധികാരികളിൽ, നേതാക്കളിൽ, രാഷ്ട്രീയ നേതാക്കളിൽ നല്ല ആളുകൾ മയ്യസൂറുൽ ഉലമാ, ആലിമീങ്ങൾ വാതിൽക്കലേക്ക് ഇങ്ങോട്ട് വന്ന സംശയം കേട്ട് ഉപദേശം കേട്ട് അത് നടപ്പിൽ വരുത്തുന്നവരാ. ആര് പറഞ്ഞു? ഹബീബായ നബി പറഞ്ഞു. ഖൈറുൽ ഉമറായി മയ്യസൂറുൽ ഉലമാ. ഇനി തിരിച്ച് ശർറുൽ ഉലമായി മയ്യസൂറുൽ ഉമറാ. ശർറുൽ ഉലമായി, ആലിമീങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട ആലിം മയ്യസൂറുൽ ഉമറാ, ഉമറാക്കളെ പിന്നാലെ അവർക്ക് സമയം നോക്കി നടക്കുന്നവരാ. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഇത് കൊള്ളേണ്ടവർക്കൊക്കെ കൊള്ളാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാവർക്കും ഇതിൽ ബാധകമുണ്ട്. ഒന്നാമത്തെ ബാധകം എനിക്ക് തന്നെയാണ്, പിന്നെ ഒന്നാമത്തെ പ്രതി ഞാൻ തന്നെയാണ്. അത് നമ്മളൊക്കെ ഉണ്ടാക്കട്ടെ. എല്ലാവർക്കും വേണ്ടിയാണ് പറഞ്ഞത്. ആർക്കെങ്കിലും വേണ്ടി പറഞ്ഞാന്ന് വിചാരിക്കണ്ട. ഇത് അല്ലദീ ലഹു സമഉൻ, ഇതാർക്കൊക്കെ സമയമുണ്ടോ അവർക്കൊക്കെ ഞാൻ പറഞ്ഞത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മുസ്തഫ നബി പറഞ്ഞു, ശർറുൽ ഉലമായി മയ്യസൂറുൽ ഉമറാ. ചിന്തിക്കണം. മഹാനായ ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറാക്കൾ ഒരു ദിവസം അഗ്നിയായ മുതലാളിമാരെ എന്റെ വീട്ടുവാതിൽക്കൽ വന്നിട്ടില്ലെങ്കിൽ അല്ലാന്റെ ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട ദിവസമാണ്. കാരണം അവർ വന്നാൽ എനിക്കൊന്നും കിട്ടാനില്ല. അവരാകട്ടെ എന്റെ സമയം കളയും ചെയ്യും. ഇതിനാണ് ആഭ്യന്തര സഹമന്ത്രിയായ ആര്? PM സയ്യിദ്. അങ്ങനത്തെ ഒരു മന്ത്രി ഒന്നും ഇപ്പോൾ കേരളത്തിലില്ല. ഏറ്റവും വലിയ മന്ത്രി, ആഭ്യന്തര സഹമന്ത്രി. നിങ്ങൾക്ക് വിഷമായോ? നിങ്ങൾക്കിത് കേൾക്കണ്ടേ? ഇതൊക്കെ കണ്ട ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായ MP ആയാൽ തന്നെ Z കാറ്റഗറിയിലുള്ള MP ആണ് PM സയ്യിദ്. ലക്ഷദ്വീപിന്റെ MP Z കാറ്റഗറിയിലുള്ള ആളാണ്. മന്ത്രിയായി, ക്യാബിനറ്റ് പദവി, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി. വെള്ളിമാട് കുട്ടികളാരോ വാതിൽ വന്നോർത്ത് കയറി. വടാപ്പുറം എന്ന് പറയും. വലിയ തിണ്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായില്ല? ഒരു തിണ്ട് അതിമങ്ങനെ ഇരിക്കുന്ന ഷെയ്ഖുന. ഇത് കണ്ട ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. കുറെ ഉണ്ട് ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ഈ ആളുകളൊക്കെ. ആരാന്ന് ചോദിച്ചു. സയ്യിദാണെന്ന് പറഞ്ഞു. ഏത് സയ്യിദ് എന്ന് ചോദിച്ചു. കേന്ദ്രമന്ത്രി സയ്യിദാണെന്ന് പറഞ്ഞു. എന്തെന്ന് ചോദിച്ചു. മനസ്സിലായില്ല. എന്തെന്ന് ചോദിച്ചു. ഒന്ന് ദ്വാരക്കണം, അതിനു വേണ്ടി ഒന്ന് പൊരുത്തം തരണം, ദ്വാരക്കണം. ഇന്നവിടെ വാറണം. എണീറ്റില്ല. ഇത് കണ്ട ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഇരുത്തി താഴെ ആ വടാപ്പുറത്തിന് താഴെ ഒരു കസേരയിൽ ഇരുത്തി തലയെ കൈവച്ചു ദ്വാരുന്നു. മന്ത്രിച്ചൂരി കഴിഞ്ഞപ്പോ പറഞ്ഞു, മന്ത്രിയായ പോരാ, നീതിമാനാകണം. പൊരുത്തം കൊടുത്തു, ദ്വാരുന്നു. മന്ത്രിച്ചു പോയി. ഒരു ചായ കൊടുത്തില്ല. ആ മനുഷ്യൻ ഈ മഹാ ജാമ്യാരൂഢയിൽ പഠിപ്പിക്കുമ്പോൾ ഉമർ അലൈഹിസ്സലാമും ഹൈദരലിസ്ലാമും കുളിച്ചു പോകുന്ന നേരത്തെ സോപ്പ് വാങ്ങുമായിരുന്നത്രേ. തങ്ങളുടെ ആ സോപ്പിണിൽ എന്ന് പറയാം, തങ്ങളുടെ നകിന്ന് സോപ്പ് വാങ്ങാം. എന്തിന്? മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് ഇതാണ് അള്ളാന്റെ ദീനിലെ അൽ ഉലമാ വറസത്തുൽ അംബിയാ. ഇതാണത്. നമ്മൾ പ്രതീക്ഷിച്ചാലും പ്രതീക്ഷിച്ചില്ലെങ്കിലും ഇതാണത്. അൽ ഉലമാ വറസത്തുൽ അംബിയാ. തങ്ങളുട്ടി സോപ്പ് പട്ടിക്കാട് ജാമ്യാരോടെയാണ് പ്രിൻസിപ്പൽ. എന്തിനാവൽ കുട്ടിയുടെ സോപ്പ് വാങ്ങുന്നു? എന്തിനൊരു കുട്ടിയുടെ ചെളുക്ക സോപ്പ്? പട്ടിക്കാട് ജാമ്യാരോയുടെ പ്രിൻസിപ്പലിന് എന്തിനാ ഒരു കുട്ടിയുടെ ചെളുക്ക സോപ്പ് വാങ്ങേണ്ട ആവശ്യമെന്താ? വാങ്ങി അതുകൊണ്ട് കുളിക്കും. എന്തുകൊണ്ട്? ചിന്തിക്കുക. നമ്മൾ ഇരിക്കേണ്ടടുത്തിരിക്കണം. ചിന്തിക്കണം. സാധാരണക്കാർക്ക് താടി കൂടിയാൽ ബാർബർ ഷോപ്പിൽ പൈസ കിട്ടുന്ന ചുരുക്കമൊന്നല്ലാതെ ആരുമാവില്ല. ഒരു പണിയുണ്ട്. ഒരു പൈസയാകാന്നാണ് ഒരു ദിവസം കൊണ്ട് നടക്കണ കാര്യമല്ലത്. കുറച്ച് പണിയുണ്ട്. അതിന് ശേഷം പണിയുണ്ട്.
അതിന് ഉസ്താദുമാരെ കാൽ താഴെയിരിക്കണം. ഈ ഇരിക്കുന്ന ഉസ്താദുമാർക്ക് മുഴുവൻ ഉണ്ടാവും കാലിന്റെ നെരിയാണിക്കടുത്ത് തഴമ്പ്, ബൊടിയും തഴമ്പ്, ബൊടിയും തഴമ്പ്. പായലിരുന്നതാ ഉസ്താദുമാരെ അടുത്ത പായലിരുന്നിട്ട് അവരെ കയ്യിൽ നിന്ന് ശിക്ഷത്വം വാങ്ങി ദീന് അള്ളാന്റെ ദീന് പഠിച്ചിട്ട് അള്ളാന്റെ ദീന് പ്രാവർത്തികമാക്കി ആക്കാൻ വേണ്ടി കൊല്ലങ്ങൾ കൊണ്ട് തപസ്സാർന്ന പഠനം നടത്തിയ പുൽസുമാര് ധാരിണിമാരെ അള്ളാഹുവിന്റെ ദീനിന്റെ നിറകുടങ്ങളായ ആലിമീങ്ങൾ അവരാണ് ലോകത്ത് ദീൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരാണ് നമ്മുടെ നേതാക്കന്മാർ. അവരാണ് അൽ ഉലമാ വറസത്തുൽ അംബിയാ. അവരാണ് ഇപ്പോഴും നേതൃത്വം. അവരോട് ചോദിച്ചു പഠിച്ചാൽ, അവരെ അംഗീകാരം വാങ്ങിയാൽ മറ്റുള്ളവർക്ക് ജയിക്കാം, അല്ലെങ്കിൽ പരാജയപ്പെടാം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഞാനാരും ആർക്കെങ്കിലും വേണ്ടി പറഞ്ഞല്ല, ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാ. ആലിമീങ്ങളെ നിസ്സാരമാക്കാൻ ആരും മെനക്കെട്ടിട്ട് കാര്യമില്ല. ആലിമീങ്ങൾ അല്ലാഹുവിന്റെ ദീനിന്റെ നേതാക്കളാണ്. അവരെ പോലെയാകാൻ ആർക്കും സാധ്യമല്ല. അവർ അംബിയാഇന്റെ അന്തരാവകാശികളാണ്, മറ്റൊരു ഫറായിനത്തിന്റെ അന്തരാവകാശികളാണ്. ചിന്തിക്കണം. ഞാൻ അവസാനിപ്പിക്കാണ്. അല്ലാഹു നമ്മളെ മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. അല്ലാഹു നമ്മളെ മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. അവർ മരിച്ചാൽ ആലിമ് മരിച്ചാൽ സമുദ്രത്തിലെ മത്സ്യം കരഞ്ഞു പോകുമെന്ന് ഖാല റസൂലുള്ളാഹി. ഫിർഔൻ മരിച്ചപ്പോഴോ فما بكت عليهم السماء والأرض وما كانوا منظرين. سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. നമ്മൾ ഇരിക്കണ്ടടുത്തിരിക്കുക. മരണവേദന ഇറങ്ങിയ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. ജീപ്പ് വിളിക്കാൻ വേണ്ടി പറഞ്ഞു. ഒരു ഉദാഹരണം കൂടെ പറയാം. അതെ, ജീപ്പ് വിളിക്കാൻ തോന്നുന്നു. ആരോ ജീപ്പ് വിളിച്ചു. കുറച്ചു നേരം കഴിഞ്ഞു കോട്ടക്കലങ്ങാടിന് ജീപ്പ് വന്നാൽ മതി, കാണുന്നില്ല. എന്റെ ജീപ്പ് വരാൻ. അപ്പോൾ ആരോ പറഞ്ഞു, വിദ്യാഭ്യാസ ബോർഡിന്റെ ഓഫീസിലേക്ക് ചേളാരിയിലേക്ക് ഫോൺ ചെയ്തിട്ടുണ്ട്, അവിടുന്ന് ട്രക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ രക്ഷപ്പെട്ടു. അത് എനിക്കൊറ്റയ്ക്ക് സുഖിച്ചു പോകാനുള്ളതല്ല, മടത്തി പോകാൻ പറയൂ. കുഞ്ഞാപ്പാജിക്ക് ഫോൺ ചെയ്യേ. ചെമ്മുക്കൻ കുഞ്ഞാപ്പാജിയുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്തു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ബോർഡിന്റെ ജീപ്പ് മടക്കി അയച്ചു. മഹാനായ അവരാണ് ഇവിടെ ദീൻ സ്ഥാപിച്ചിട്ടുള്ളത്. അവരെ പിന്നാലെ നമുക്ക് മുന്നോട്ട് പോകാം. ആ കോൽ, അതിന്റെയൊക്കെ ബാക്കി പത്രം ഇന്ന് നമ്മുടെ മുന്നിലുള്ള ആലിമീങ്ങളിലേക്ക് വരിക. അല്ലാഹു ആ ശുദ്ധി നിലനിർത്താൻ തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ നമ്മളായാൽ പോയി. ഹബീബിന്റെ തിരുമീതാണ്, ആലിമാണ്. കാട്ടിലകപ്പെട്ടു പോയി. ഇബ്നു തൈമിയ പോലും ഇത് പറഞ്ഞിട്ടുണ്ട്. ഇത് തമാശ പറയുകയല്ല. ഇത് ഇബ്നു തൈമിയ പോലും പറഞ്ഞിട്ടുണ്ട്. കാട്ടിൽ അകപ്പെട്ടു പോയി. സിംഹം വന്നു വാ പുലർത്തി. അപ്പോൾ പറഞ്ഞു, അനാ ഖാദിമു റസൂലില്ലാഹ്. എന്നെ തിന്നാനാ വരുന്നത്? സിംഹത്തോട് ചോദിച്ചു. സിംഹം ഖാലിയായി. സിംഹം ബഹുമാനപ്പെട്ടവരുടെ കൂടെ നടന്നു. ഹത്താ ലഹിഖ ബിൽ ഖറിയ. ഒരു ഗ്രാമത്തിലേക്ക് എത്തുന്നത് വരെ സിംഹം പിന്നെ രക്ഷകനായി, സെക്യൂരിറ്റിയായി. ആര്? നിങ്ങളിന്റെ കൂടെ നിങ്ങൾ വിട്ടെന്നാ തോന്നുന്നത്. ആര്? സിംഹം സെക്യൂരിറ്റിയായി. ആർക്ക്? അത് ഹബീബിന്റെ ഭൂമിയുടെ പട്ടിക്കാട്ട് വിദ്യാർത്ഥികളെ, ബഹുമാനപ്പെട്ട വെള്ളക്കുപ്പായക്കാരെ, എന്റെ അനുജന്മാരോടും എന്നോടുമാണ് ഞാനിത് പറയുന്നത്. അതാണ് നമ്മളെ ഉത്തരവാദിത്വം. ബഹുമാനപ്പെട്ടവരെ സിംഹം പേടിച്ചു പോയി. ഒരു ഗ്രാമത്തിലെത്തി. അപ്പോൾ വിദാഅ പറഞ്ഞു, ഞാൻ പോയി വരട്ടെ എന്നതുപോലെ സിംഹം അതിന്റെ രണ്ട് കാലിങ്ങനെ ഒന്ന് ചെരിച്ചു, ഒന്ന് ഭവ്യത കാണിച്ചു. എന്നിട്ട് സിംഹം മടങ്ങിപ്പോയി. ഈ സംഭവം സ്വഹീഹാണെന്ന് അൽ മുഇസ്സത്ത് വൽ കറാമയിൽ ഇബ്നു തൈമിയ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതാണ് ആലിമിന്റെ പ്രത്യേകത. അതാണ് ആലിമിന്റെ പ്രത്യേകത. പരിശുദ്ധ ഖുർആനിൽ ഇതാണ് ആലിമിന്റെ പ്രത്യേകത.
കണ്ണ് ഇമ ചിമ്പി തുറക്കുന്ന സമയത്തിൽ